നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഈ പി ജെ ജോസഫിൻ്റെ UDF 10 സീറ്റ് വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ എന്ത് മാനദണ്ഡമാണ് അതിനോട്? കഴിഞ്ഞ വർഷം ജയിച്ച സീറ്റിനോട് ഇരട്ടി കൊടുക്കാം. ഇപ്പം മുസ്ലിം ലീഗ് തന്നെ 35 സീറ്റിൽ ജയിച്ചു, 27 കൊടുക്കുന്നുള്ളൂ എല്ലാവർക്കും. ഇത് 2 സീറ്റിൽ ജയിച്ച ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റ് ചോദിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് വെള്ളപ്പിള്ളി പറഞ്ഞാൽ തല്ലുകൊള്ളാത്ത പണിയാണ്. പ്രായമായി ചിന്തിക്കണ്ടേ? കാരണം എങ്ങനെ വന്നാലും വേണ്ടില്ല, എൻ്റെ കാര്യം നടക്കണം, മുന്നണി വിജയിച്ചാലും വേണ്ടില്ല എന്നുള്ള ചിന്താഗതിയിൽ അങ്ങനെയുള്ളവരൊക്കെ ഇത് വച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, പുറത്ത് കളയണം. പാർട്ടി UDF മറ്റ് കക്ഷികൾ, കോൺഗ്രസ് കക്ഷികൾ, ഇങ്ങനെയുള്ള ഇറസ്പോൺസിബിളായിട്ടുള്ള നേതാക്കളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നോണം. അത് അപകടമാണത്. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ ജോസഫ് ഗ്രൂപ്പിന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ശക്തീകരണമുണ്ടോ? ഇതിൽ ഒരു മണ്ഡലത്തിൽ ഒറ്റ കെട്ടിവെച്ച കാശ് കിട്ടാൻ സ്ഥലമുണ്ട്. ഒരു 10 സീറ്റ് വേണ്ടി വാദിക്കുകയാണ്. കോൺഗ്രസ് ഏതാണ്ട് ഈ അമിക്കബിൾ സെറ്റിൽമെന്റ് ആയതുകൊണ്ട് പരമാവധി വിട്ടുവെച്ച്, അങ്ങനെ വിട്ടുവെച്ചാൽ ആവശ്യമില്ല. ഓണർ പോട്ടെ ചോദിക്കണം, ആരായിരുന്നാലും. അപ്പോൾ ഒരു കാരണവശാൽ 4 സീറ്റിൽ കൂടുതൽ ജോസഫ് ഗ്രൂപ്പ് കൊടുക്കരുത്, അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ. എന്നിട്ട് നമ്മൾ പറഞ്ഞു അങ്ങനെ പോയാൽ മാണി ഗ്രൂപ്പും പിള്ളേരും ജോസഫ് ഗ്രൂപ്പ് പിള്ളേരും, അല്ലെങ്കിൽ ശക്ത ഗ്രൂപ്പ് കൂടി പിള്ളേരും, ബാക്കി അശക്ത ഗ്രൂപ്പ് നാമധാരികളെല്ലാം അങ്ങോട്ട് LDF നിൽക്കുകയും ചെയ്യും. LDF വലിയ കളി കണ്ടില്ല. ഇന്നിപ്പോൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞല്ലോ, 3 മണിക്കാണ് മുഖ്യമന്ത്രി. എത്ര 40% വരുന്ന ഒരു സമുദായത്തെ എത്ര ബുദ്ധിപൂർവ്വം ബോധപൂർവ്വമാണ് അവോയ്ഡ് ചെയ്തത്. ഞാൻ ആ നോട്ടീസൊക്കെ ശ്രദ്ധിച്ചു. അറിയപ്പെടുന്ന ആരുമില്ല, യോഗത്തില്ല, സ്റ്റേജിലുമില്ല, ഇല്ല. പുറകിൽ ചിലപ്പോൾ വല്ല സഖാക്കളും നാമധാരി സഖാക്കൾ എത്തും. കളപ്പിച്ചിൽ നാൾ യോഗത്തിൽ ഞാൻ പോയി, യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ ഈ ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിൽ. അവസാനം മുൻ പിന്നെ DYFയുടെ ആളുന്നതിൽ ഒരു മുസ്ലിം നാമധാരി പുറത്തിരുത്തി. ഒക്കെ നിങ്ങളുടെ നാശത്തിന് ലക്ഷണമുണ്ടോ? ഇത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ ലെവലിലുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. കാരണം ആസാമിൽ ഇലക്ഷൻ നടക്കാനുള്ളൂ. അത്ര തീവ്രമായ തനി ഫാസിസ്റ്റ് മാത്രമല്ല, സംഘപരിവാറിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക്, മോശമായ രീതിയിൽ പ്രസ്താവന നടത്തി സംഘപരിവാറിൻ്റെ മുകളിലെത്താൻ നോക്കുകയാണ്. മോഡിയുടെ മുകളിലെത്താൻ നോക്കുകയാണ്. അമിത്ഷായുടെ മുകളിലെത്താൻ നോക്കുകയാണ്. യോഗിയുടെ മുകളിലെത്താൻ നോക്കുകയാണ് ഇന്നത്തെ ആസാം മുഖ്യമന്ത്രി. അത് കോൺഗ്രസ്സുകാരായതല്ലോ, പോയതല്ലേ. അങ്ങനെ അത്ര ശക്തമായിട്ട് വർഗീയത മാത്രമല്ല, തീവ്രവാദം, ഫാസിസം ഉപയോഗിച്ച് ജനങ്ങളെ 2 തട്ടിലാക്കിയിട്ട് ഹിന്ദുക്കളെ മുഴുവൻ പിടിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൺഗ്രസ്സിന് എവിടെയോ ഇന്നലെ ജാഥ അയച്ചു പോകുന്നുണ്ട്. ഒരു വലിയ മത്തങ്ങ പൊട്ട് തൊട്ട് ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജാഥകം നയിച്ചു പോവാണ്. അതുകൊണ്ട് ഹിന്ദു തീവ്രവാദികൾ വോട്ട് പോരണമെങ്കിൽ കിട്ടുമോ കോൺഗ്രസ്? 40% മുസ്ലിങ്ങളുണ്ട് ആസാമിൽ. 40% മുസ്ലിങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ഇരിക്കായിരുന്നു. അതിലൂടെ ഒരു 10% കിട്ടിയാൽ ഭരിക്കാം അവിടെ. ആ ചിന്ത കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞത്, എന്തിനാ പറയുന്നത്, അവിടെ കോൺഗ്രസ് ഒരു മുസ്ലിം നാമധാരി, മുസ്ലിം അല്ലാത്ത പേരിൽ, ഒരു ദേശീയ പേരിൽ പാർട്ടി തുടങ്ങി. അവർക്ക് 10-12 സീറ്റ് അസംബ്ലിയിലും 2-3 സീറ്റായിട്ട് ലോക്സഭയിലും കിട്ടി, ഒറ്റയ്ക്കൊന്ന് മത്സരിച്ചിട്ട്. നല്ല സമ്പന്നനുമാണ്, അല്പം വിദ്യാഭ്യാസമുള്ള ആളുമാണ്, മുസ്ലിം നാമധാരിയാണെന്നല്ലാതെ യാതൊരു മുസ്ലിം പേരുള്ളതല്ല പാർട്ടിക്ക്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ അവിടുത്തെ സംസ്ഥാന പ്രസിനോട് നമുക്ക് ധാരണയാകാം, സഖ്യമാകാം, അടവ് നയം ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സമീപിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്,
40% മുസ്ലിങ്ങളിൽ നിങ്ങൾ ഇവിടെ ഞങ്ങൾ സഖ്യമായാൽ 60% ഹിന്ദുക്കൾ അകന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സഖ്യം ഉണ്ടായില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയായിരിക്കാൻ വേണ്ടി സമ്മതിക്കുക. അദ്ദേഹത്തെ അനുഭവമില്ലല്ലോ. കാരണം ഇവരൊന്നും ചരിത്രം പഠിക്കില്ലല്ലോ. അതാണല്ലോ ചരിത്രം പഠിച്ച മിസ്റ്റർ ആന്റണി അന്ന് സോണിയാഗാന്ധി കൂടെ ഡൽഹിയിൽ ഫൈറ്റ് ചെയ്യുന്ന സമയമാണ്. ആ മിസ്റ്റർ ആന്റണിക്ക് പറയാൻ പാടില്ലേ പ്രസിഡന്റ് അങ്ങനെയല്ല. കേരളത്തിൽ ഞങ്ങൾ മുസ്ലിം ലീഗ് എന്നൊരു മുസ്ലിം പേരിൽ തന്നെ ജാതി പേരിൽ തന്നെ ഉള്ള പാർട്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ 67% ഭരണത്തിലുണ്ടായിരുന്നു. ബാക്കി 33% ഭരണം ഇല്ലായിരുന്നുള്ളൂ. ഈ 10 വർഷം മുമ്പ്. അത് നമുക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ സഖ്യമാകാം എന്ന് പറഞ്ഞ് അവരുടെ ഒരു ധാരണ എത്തിയിരുന്നെങ്കിൽ ഇന്ന് ആസാം പോവില്ല. ഇന്ന് മാസം ആരുടെ കയ്യിലിരിക്കും? കോൺഗ്രസ് മുന്നണി കയ്യിലിരിക്കും. അത് ആന്റണി പറഞ്ഞില്ല, കോൺഗ്രസ് ശ്രദ്ധിച്ചില്ല, ആസാം BJP-യിലേക്ക് കൊടുത്തു. അത് അന്ന് ആന്റണി പറഞ്ഞു, പകൽ കോൺഗ്രസും രാത്രി RSS അല്ല ആൾക്കാർക്ക് വേണ്ടത് കോൺഗ്രസ്സിലെ. അങ്ങനെയുള്ളൊരു സഖ്യമായിട്ട് നേരിട്ട് പൊയ്ക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അവർക്ക് എന്താ ഏത് പാർട്ടി സ്വീകരിക്കാം. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ 8 പേര് ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് വിടാൻ തയ്യാറായി നിൽക്കുക. അതിന്റെ പേരുവരും പുറത്ത് വന്നിട്ടുണ്ട്, വേണ്ടി പറയുകയും ചെയ്യാം. ഇന്നലെ ഞാൻ ഒരാളോട് പറഞ്ഞു, അതാരൊക്കെ ഒന്ന് അറിയണ്ടേ. ഒന്ന് പാലോട് രവി പക്ക കോൺഗ്രസ് നിന്ന് ആനുകൂല്യം മുഴുവൻ പറ്റിയ ആള്. എന്നിട്ട് പന്തളം സുധാകരൻ ഇപ്പൊ തന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല, ഇപ്പോഴും സ്ഥാനം വഹിക്കണം. VS ശിവകുമാറാണ് പറയുന്നത്, കോർപ്പറേഷൻ നിങ്ങൾക്ക്, അസംബ്ലി ഞങ്ങൾക്ക് തന്നെ കോൺഗ്രസിന്, കോർപ്പറേഷൻ BJP-ക്ക്. അങ്ങനെ പരസ്പര ധാരണയായിരുന്നു. ആളുകളൊക്കെ പോയില്ലേ. പഴങ്ങളും മധു ഒക്കെ കോൺഗ്രസ്സുകാരനാ, BJP-ക്ക് പോകാൻ നിൽക്കണം. അതാരമാണ് KC അബു ഉണ്ട്, കോഴിക്കോട്ടുകാരൻ. അദ്ദേഹം എന്ന് മുന്നിൽ നിൽക്കാണ്. ഹരിത ബാബു ഉണ്ട്, ഇവിടെയൊക്കെ ഇടത് പെട്ടെന്ന് വളർത്തി കോൺഗ്രസ് കൊണ്ടെന്നാണ്. ഒരു ലാലി വിൻസെന്റ് അറിയാമല്ലോ, പണ്ട് AC ജോസിന്റെ കാലം മുതലുള്ള ആരോപണമൊക്കെ ഉണ്ടായി. ഇപ്പൊ അഴിമതി അതൊക്കെ കൂട്ടുനിന്ന് അത് കേസ് വായിച്ചു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ഒന്നും കൊള്ളില്ലാതെ നശിപ്പിച്ചത്. രാധാകൃഷ്ണൻ BJP-യുടെ രാധാകൃഷ്ണനൊക്കെ നടത്തിയ കോടികളുടെ അഴിമതിയിൽ കേസ് വാദിച്ച് ലീഗൽ അഡ്വൈസർ അവരും ഷെയർ പറ്റി സമ്പാദിച്ച പാർട്ടി അവർ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഒരു ബിന്ദു കൃഷ്ണ മാഡം, ഒരു 8 പേര് സ്ഥാനാർത്ഥി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പിറ്റേന്നും പോകും, BJP-യിലേക്ക് പോകും. ചിലർ മാത്രമേ LDP-യിൽ പോകാൻ സാധ്യതയുള്ളൂ. അത് അപകടമുള്ളൂ. ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ അവസ്ഥ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പൊ അസംബ്ലി ഇലക്ഷൻ വരാണ് ആസാമിൽ. കേരളത്തിൽക്കാരില്ല. അവിടെ ഒരു ഇസ്ലാമിക് ഇന്നലെ പറഞ്ഞ പോലെ ഒരു മുസ്ലിം പാർട്ടി, പേരില്ല, ജാതി മാത്രമേ, നേതാവിന്റെ പേര് മാത്രമേ മുസ്ലിം എന്ന്, ബാക്കിയെല്ലാം ദേശീയം തന്നെയാണ്. അവർ നല്ല വോട്ട് പിടിക്കും. ഒരു സഖ്യം കോൺഗ്രസ് ഇല്ലെന്നായിക്കോണ്. മറ്റൊന്ന്, അവിടെയും കുളം കലിക്കുന്നാണ് സാധാരണ പറയുന്നത്. വർഗശത്രു എന്നൊക്കെയാണ് പറയുന്നത്. ആര്? ഉവൈസിയെ കുറിച്ച്. ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, രജിസ്റ്റർ ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ലേ? അവരവകാശമല്ലേ ഇത്? അപ്പോൾ നിങ്ങൾ മത്സരിക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് കുളം കലക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തോളണം എന്ന് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുക? സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഒരു അടവ് നയം, അല്ലെങ്കിൽ ഒരു സഹകരണം, എന്തെങ്കിലും വേണ്ടേ? അത് ചെയ്തില്ല. ബീഹാറിൽ ചെയ്തില്ല, ഡൽഹി ചെയ്തില്ല, ഹൈദരാബാദിൽ ചെയ്തില്ല, കർണാടകയിൽ ചെയ്തില്ല, ഇപ്പൊ ആസാം UP ചെയ്തില്ല, മഹാരാഷ്ട്രയിൽ ചെയ്തില്ല. അവരിൽ ഒറ്റയ്ക്ക് വിട്ട് ഇപ്പൊ അത് ആസാമിലുണ്ട്. കാരണം വെച്ചാല് അവർക്കൊക്കെ BJP-ക്ക് അനുകൂലം B ടീമാന്ന് കോൺഗ്രസ്സുകാർ പറയും, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി വരും. പക്ഷെ അത് അങ്ങനെ പറഞ്ഞ മാത്രം കാര്യം നോക്കണ്ടേ. അവർ രജിസ്റ്റർ ചെയ്ത പാർട്ടിക്ക് മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരി? അത് എവിടുത്തെ നിയമമാണ് ചോദിക്കുന്നത്? അവർക്കും ജീവിക്കാൻ അനുവദിക്കണം, നമ്മൾക്ക് ജീവിക്കുകയും ചെയ്യണം. അതായത് ഒരു ഫിലോസഫി ഉണ്ട്, ജീവിക്കാൻ അനുവദിക്കുക. ഇത് ചില ജീവിക്കില്ല, ജീവിക്കാൻ പറ്റാൻ അനുവദിക്കില്ല. ചില ഭർത്താക്കന്മാരെ പോലെ അവരും ജീവിക്കില്ല, ഭാര്യ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ചെയ്തത് ഇതൊക്കെ എന്താണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാത്തത്, അല്ലെങ്കിൽ ഇതിലെ പ്രതിപക്ഷ നേതൃത്വം മനസ്സിലാക്കാത്തത്? ഞാൻ അന്നും ഇന്നും പറഞ്ഞല്ലോ, നമ്മൾ
അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെ താഴെ ഇറക്കാൻ വേണ്ടി ജയപ്രകാശ് നാരായൺജി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ കാര്യം പറഞ്ഞ്, ആ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം 2 പോയിന്റ് പറഞ്ഞ്. അതെന്താണെന്നറിയോ? ഒന്ന്, ഞാൻ ഇതിൽ ഒരു ഭാരവാഹിത്വം ഏൽക്കില്ല. മറ്റത് കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാ അണ്ടനും അടകൊണ്ടണം. കല്ല് കരട് കായിരം മുതൽ മുള്ളും മുരടും മൂർഖം വരെ CHന്റെ ഭാഷ കണ്ടെടുത്ത് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ചേർത്തിട്ട് വേണം ഈ ജനതാ പാർട്ടി ഉണ്ടാക്കിയത്. അദ്ദേഹം അത് വാക്ക് പാലിച്ചു. ജനതാ പാർട്ടി മൊറാർജി ദേശായി ആദ്യത്തെ പ്രധാനമന്ത്രിയായി. കുറേ വർഷം പോയി. അത് ഇവർ കാലുവാരി. അത് നമ്മുടെ സംഘികൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ സവർണ്ണ മേധാവ് സമ്മതിക്കില്ലല്ലോ. ഇത് നമ്മുടെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയും കോൺഗ്രസ് എന്ത് മനസ്സിലാകാത്തത്? ഇന്ന് സമസ്ത 100ാം വാർഷികം നടക്കുന്ന കാസർഗോഡ് ലക്ഷങ്ങൾ പങ്കെടുത്താണ്. അവർ പ്രമേയം പാസ്സാക്കി. എന്താണ് പ്രമേയം എന്നറിയുമോ? ഞാൻ സമസ്തയുടെ ആളുമല്ല, സുന്നിയുടെ ആളല്ല, ജമാഅത്തിൻ്റെ ഒന്നുമില്ല. ഞാനൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു സാധാരണ മുസ്ലിമാണ്. മറ്റൊരു ഭാഷയുടെ ഒരു ഗ്രൂപ്പിലുള്ളതല്ല. അവർ പ്രമേയം പാസ്സാക്കി ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച്, പിന്നെ തബ്ലീഗിനെ കുറിച്ചും. ഇവർക്കെല്ലാം തെറ്റുണ്ടാക്കിയില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ വർഗീയ ഫാസിസ്റ്റ് സംഘടനയ RSS ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ അതിൻ്റെ ഉപവകുപ്പിൽപ്പെട്ട ചിലർ വർഗീയമാണ്, തീവ്രവാദമാണ് എന്ന് പറഞ്ഞ് എന്തർത്ഥം? വാട്ട് യു മീൻ? എന്ത് നേതാക്കൾ, സമസ്ത നേതാക്കൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് ഏത് കാലത്താണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പ്രവീൺ ബാസ് അതങ്ങനെ മാറ്റിവെച്ചാൽ പോലെയായിരുന്നു. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിലെ ആൾക്കാർ പറയും, റാവുത്തറൊക്കെ പറയുന്നത് ശ്രീധരൻ പിള്ളയെ കൊടുന്ന് ക്ഷണിക്കാതെ വന്ന് അദ്ദേഹത്തെ സ്വീകരണം കൊടുത്ത് അവാർഡ് കൊടുത്തു അതൊക്കെ പറയുന്നുണ്ട്. എന്തുമായിട്ട് ഞാനതൊന്നും കുറ്റം പറഞ്ഞില്ല, സംഘപരിവാരം ഗുണകുറിപ്പ്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് സമുദായ നേതാക്കൾ മൗനം വിദ്വാനുഭൂഷാക്കുന്നത്. ഞാൻ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു, രമേശ് ഈ സമയത്ത് നിങ്ങളത് വെള്ളാപ്പള്ളി സർട്ടിഫിക്കറ്റ് കൊടുത്ത്, നിങ്ങൾ നല്ലതെന്നും പറയണ്ട ചീത്തയെന്നും പറയണ്ട, അതൊക്കെ തന്ത്രപരമായിട്ട് നമ്മുടെ കരുണാകരജി കണ്ണടക്കില്ല ഇപ്പോഴും. പുള്ളി ഉത്തരം പറയാത്ത കണ്ണടച്ച്. അതുപോലെ ഉമ്മൻചാണ്ടി വന്ന് പറയും എന്താ വിക്കറ്റായിട്ടൊന്നുമില്ല, അത് അവർക്ക് ഉത്തരം പറയാൻ ചിന്തിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ആ സമയത്ത് രമേശ് ജിക്ക് എന്നറിയോ ഒന്ന് തന്ത്രപരമായിട്ട് നിന്നിട്ട് അത് പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ പോരെ. വെള്ളാപ്പള്ളി മോശാന്നും പറയണ്ട, നല്ലതെന്നും പറയണ്ട, അതൊക്കെയല്ല എന്തായോ. ഒന്നാമത്തേൽ രമേശ് ജി താക്കോൽ സ്ഥാനം കീഴണം എന്ന് പറഞ്ഞ് ആരെക്കൊണ്ട് ചോദിച്ച് സുകുമാരൻ നായരോട് പറഞ്ഞുകൂടി രമേശ് ജി നോട്ടപ്പുള്ളി ഏത് ഒരു വിഭാഗത്തിന് ആളായി, നായരുടെ ആളായി. ഒരു മുഖ്യമന്ത്രി അങ്ങനെ വിഭാഗത്തിൽ ആകാൻ പാടില്ല. ഈ രമേശ് ജിയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ നേതാവാണ് രമേശ്, അവരാണെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ സ്നേഹമില്ലെന്നാവൂല്ലേ. എന്നെങ്കിലും കാലത്ത് ഉമ്മൻചാണ്ടി സഭയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് കീ പോയിന്റ് വേണമെന്ന്? എന്നെങ്കിലും പിണറായി വിജയൻ വെള്ളാപ്പള്ളി പറയിപ്പിച്ചിട്ടുണ്ടോ പിണറായിക്ക് കീ പോയിന്റ് കൊടുക്കുന്നു? നായർ സുകുമാരൻ നായരെ കൊണ്ട് മാത്രമല്ലേ രമേശ് പറഞ്ഞത്, അല്ലെങ്കിൽ സുകുമാരൻ നായർ മാത്രമല്ലേ രമേശ് വേണ്ടി വാദിച്ചത്? ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഓർമ്മ രമേശ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഒരു സമുദായത്തിൽ ആകാൻ പറ്റുമോ? ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ കുറച്ചുകൂടി കോമൺ സോഷ്യലായിരിക്കണം. അതുകൊണ്ട് തീർന്ന് അങ്ങനെ തീർന്നിരിക്കുമ്പോഴാണ് ഇപ്പം ഈ അടുത്ത കാലത്ത്, മറ്റു 10 വർഷം പിള്ളേരാണ്, അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അപ്പോൾ അവർ കാണുന്നറിയോ, ഇപ്പോൾ സംഘപരിവാർ ചെറിയ ധാരണ എത്തിയാലും ഹരിപ്പാട് രമേശ് ജിക്ക് ഒരു കുഴപ്പം പറ്റില്ല. പക്ഷെ അത് ഒരു സീറ്റ് ജയിക്കുമ്പോഴേ ബാക്കി 139 സീറ്റിൽ ക്ഷീണം പറ്റും. അത് രമേശ് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്താൽ അവിടെ കുറച്ച് ആനുകൂല്യം കിട്ടിയിരിക്കും. ഒന്നുമില്ല, അവരെ വെള്ളാപ്പള്ളിയിൽ വോട്ടൊന്നുമില്ല, എങ്കിലും കിട്ടിയിരിക്കും. പക്ഷെ ബാക്കി 130 സീറ്റ് നോക്കണ്ടേ, എങ്കിലും മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. രമേശ് അവിടെ ജയിച്ച മാത്രം മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ? ഇല്ല. അതാണ് അവർ ഇങ്ങനെ ദീർഘവീക്ഷയില്ലാത്ത നേതാക്കളൊക്കെയാണ് ഇത് നയിക്കുന്നെങ്കിൽ എങ്ങനെ ഇപ്പോഴും LDFിന് അല്ലെങ്കിൽ പിണറായി ഇന്ന് പിടിച്ചെടുക്കാൻ പറ്റും? അതല്ലേ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഈ പ്രമേയം പാസ്സാക്കി ഇത്രയും സങ്കീർണമായി ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാർ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഫാസിസ്റ്റ് തീവ്രവാദ വർഗീയവാദ, പിന്നെ വേറൊരു വാക്കുകൂടി പറയണം, ഉന്മൂലനാശം വരുന്നു പറഞ്ഞില്ലേ, ഉന്മൂലനാശം വന്നു, ഒരു വംശഹത്യ.
വംശഹത്യക്ക് കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടി, ഒരു വിഭാഗം രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുമ്പോൾ അതിനേക്കാൾ ശക്തി ഇപ്പോൾ എത്ര വന്നാലും ന്യൂനപക്ഷ പാർട്ടി എത്ര വർഗീയത പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത ഒപ്പാവില്ല. അതെങ്കിലും മനസ്സിലാക്കി കോമൺ സെൻസ് ഈ സമസ്ത നേതാക്കൾക്ക് ഉണ്ടായില്ലല്ലോ. മുസ്ലിം ലീഗിൽ ചില നേതാക്കൾ ഉണ്ടായില്ലല്ലോ. മുസ്ലിം ലീഗ് നേതാക്കൾ അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ജമാഅത്തെക്കുറിച്ച് അനുകൂലവും വരേണ്ട ബോധ്യമല്ല, അതങ്ങോട്ട് മാറ്റി വെച്ചത്. തവലീനെ കുറിച്ച് പറയും. നിങ്ങൾക്ക് എന്തിനും പറയണേ? നിങ്ങൾ സംഘപരിവാറിന് RSSനെ കുറിച്ച് പറയും. ഇനി RSSനെ കുറിച്ചും പറയേണ്ട. നിങ്ങൾ അല്ലാത്ത കോമൺ എത്ര വിഷയമുണ്ട്? അവർ ചോദിച്ച മുസ്ലിം സമുദായം ഇന്ത്യയിൽ അകപ്പെട്ടിരിക്കുന്ന ആ അപകടത്തിന്റെ ആഴം മനസ്സിലാക്കാതെ സമസ്ത പാസ്സാക്കിയ ഒരു പ്രമേയം അറിയോ? ഞങ്ങൾ പെരുന്നാളിന് 3 ദിവസം അവധി വേണമെന്നാണ്. എൻ്റെ സമസ്ത, ഞാനിത് വ്യക്തമായിട്ട് മുസ്ലിം നേതാക്കളോട് പറഞ്ഞു, പെരുന്നാൾ നമുക്ക് അവധിയെ വേണ്ട. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കല്ലേ വിഷയമുള്ളൂ, മറ്റോരില്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ 14 ദിവസം ശമ്പളത്തോടു കൂടി അവധിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് 14 ദിവസം അധ്യാപകർക്കാണ്. പിന്നെ അധ്യാപകർ അല്ലാത്തവർക്ക് 28 ദിവസമായിട്ട് ശമ്പളത്തോടു കൂടി അവധിയുണ്ട്. 28 ദിവസം ശമ്പളം അവധി ഉണ്ടെങ്കിൽ പെരുന്നാൾ വേണ്ടി 2 ദിവസം ലീവ് എടുത്താൽ പോരെ? ശമ്പളം പോവോ? പിന്നെ എന്തിനാണ് പെരുന്നാൾ അവധി വയ്ക്കുന്നത്? അത് ഹിന്ദു സമുദായത്തിൽ ഓണത്തിന് 10 ദിവസം, ക്രിസ്തുമസിന് 10 ദിവസം, അപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസം എന്ന് പറയുന്ന നല്ല ബുദ്ധി. നമ്മൾ വയലാദേവി ഇപ്പോൾ സുഖലടക്കാണ്. ആ വയലാദേവിജി ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞു, ഷാ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ആവശ്യപ്പെട്ടോ, മറ്റൊരാൾക്ക് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് ശരിയല്ല. ഞാനത് അന്ന് എനിക്ക് അത്രയൊന്നും അറിവില്ല, ഇത് 10-25 വർഷം മുമ്പാണ്. ഞാനത് മനസ്സിലാക്കാണ്. നിങ്ങൾ പെരുന്നാളിൽ 3 ദിവസം അവധി ചോദിച്ചത് എന്തിനാണ്? കാരണം ന്യായമായിട്ട് 3 ദിവസമല്ല, മറ്റുള്ളവർക്ക് 10 ദിവസം കൊടുക്കും, 10 ദിവസം കൊടുക്കാം, തരയിടുവാണ്. പക്ഷെ ഇവിടെ തരൂല്ലെന്നറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ട് ഞങ്ങൾക്ക് അവധിയെ വേണ്ട. ആകെ 2 പെരുന്നാളല്ലേ ഉള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ലേ ഈ അവധിയുടെ വിഷയമെന്നുള്ളൂ. ഒരു കമ്പനി ജോലിക്കാർ അവധിയുടെ വിഷയമെന്നില്ല, ഒരു ബിസിനസ്സുകാർ വരുന്നില്ല, ഒരു ഗൾഫുകാർ വരുന്നില്ല. ആകെ 5 ലക്ഷത്തിൽ പരം ഉദ്യോഗസ്ഥന്മാരുള്ളതിൽ 10%, 50,000 അല്ലെങ്കിൽ 60,000 പേരാണ് കേരളത്തിൽ. ആകെ 10 50,000 പേരാണ് ആകെ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ളത്. ഇപ്പോഴും 1 കോടിയോളം ജനങ്ങൾ, 1 കോടി 10 ലക്ഷം ജനങ്ങളുണ്ട്. അതിൽ ബാക്കി 1,50,00,000 പേരും പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 50 ലക്ഷം പേരിൽ നിൽക്ക് അവർ 1 ദിവസം 2 ദിവസം അവധി എടുക്കണം. ശമ്പളം പോവുകയില്ല. പിന്നെ എന്തിനാണ് ഇവരെ ആശ്രയിക്കുന്നത്? പെരുന്നാൾ അറിഞ്ഞാൽ ഏതാണ്ട് തലേ ദിവസം, പിറ്റേ ദിവസം, പിന്നെ 3 ദിവസം നിങ്ങൾ അവധി എടുത്തോളണം. 28 ദിവസം നിങ്ങൾ കിട്ടുന്നില്ല ഒരു കൊല്ലത്തിൽ ശമ്പളത്തോടുകൂടി. അധ്യാപകർക്കാണെങ്കിൽ 14 ദിവസം, കാരണം അവർക്ക് 2 മാസം അവധി ഉള്ളതുകൊണ്ടാണ്. അത് ഇത് സാലറിയാണ്, അല്ലാതെ ശമ്പളമില്ലാത്ത അവധിയല്ല. അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഈ സമസ്തയുടെയൊക്കെ നേതാക്കളൊക്കെ എങ്ങനെ ഈ സമുദായത്തെ ഈ ഫാസിസ്റ്റ് കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും? ഇനി രാഷ്ട്രീയ പാർട്ടികളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉപദേശിക്കാൻ പാടില്ലേ, നിങ്ങൾ അങ്ങനെ പെരുന്നാൾ അവധി ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ കണക്കെല്ലാം പോലെ 50,000 പേരുള്ളൂ. അവർക്ക് 28 ദിവസം അല്ലാത്തവർക്കും അധ്യാപകരാണെങ്കിൽ 14 ദിവസം ഉണ്ട്. അപ്പോൾ അവർക്ക് ആ 3 ദിവസം തുടർച്ചയായിട്ട് അവധി ലീവ് എടുത്താൽ മതി. അത് ഏതായാലും ലീവ് ലെറ്റർ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ അവധി എന്തിനാ? അപ്പോൾ ഒരു അഭിമാനം കൊണ്ട് ഞങ്ങൾക്ക് അവധിയെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് ആ സമുദായം, മുസ്ലിം സമുദായം സമൂഹത്തോടും രാഷ്ട്രത്തോടും സർക്കാരും ചെയ്യുന്ന വലിയ മഹാമനസ്കതയാണെന്നുള്ളത് കയ്യിൽ കൊണ്ടെടുക്കും. മറ്റ് സമുദായങ്ങൾ, സമൂഹമായി ലോകം വല്ല ചിന്തയുണ്ട് മുസ്ലിം സമുദായമേ. ഞാൻ ഇന്നലെ പറഞ്ഞത്, മുസ്ലിം സമുദായത്തിലെ ചിന്തകരായ യുവാക്കളെ നിങ്ങൾ ചിന്തിക്കാൻ, നിങ്ങൾ നിങ്ങളുടെ പിന്നെ അണികളെ അല്ലെങ്കിൽ അനുയായികളെ അല്ലെങ്കിൽ ഇതിലെ ശിൽബന്ധികളെ നിങ്ങൾ ബോധവൽക്കം ചെയ്യാന്ന് പറഞ്ഞത്. എവിടെ മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികൾ, ചെറുപ്പക്കാർ, ഞാൻ ചെറുപ്പക്കാരാണ്, 60-70 വയസ്സ് കഴിഞ്ഞല്ല, എന്നെ പോലെ വയസ്സന്മാരല്ല, ചെറുപ്പക്കാർ, ബുദ്ധിജീവികൾ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? 3 ദിവസം അവധി വേണോ, നമുക്ക് പെരുന്നാളിന് അവധി വേണ്ട നിങ്ങൾ പറഞ്ഞ് ബോധവൽക്കം നടത്തിയാൽ എന്തായിരുന്നു കുഴപ്പം? മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അതിന് സമൂഹ ജീവിയാകുമ്പോൾ സമൂഹത്തിനാണുള്ളത്.
അവന് പ്രതികരണ ശേഷി വേണം. പ്രതികരണ ശേഷി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബോധവൽക്കരണം ചെയ്യണം. ഞങ്ങൾ 10-60 വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലേക്ക്, ചെറുപ്പക്കാരുടെയൊക്കെ ബോധവൽക്കരണം നടത്തായിരുന്നു. അതിന് ഫലം കണ്ടുകൂടി. ഇപ്പം ഉദാഹരണം പറഞ്ഞത്, ഞാൻ വയനാട് നിൽക്കുകയാണ്, എനിക്ക് എറണാകുളത്തേക്ക് വരാൻ വേണ്ടിയാണ്. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് വന്ന് ഞാൻ കൈ കാണിച്ച് നിർത്തിയില്ല. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ബസ് എല്ലാ സ്ഥലത്തും നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ ബോധവൽക്കരിക്കണത് ആ ബസ് അവിടെ നിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൈ കാണിച്ച് നമ്മൾ കൊച്ചവിടെ നാറിപ്പോണോ? അതിനാണ് ഒരു ബോധവൽക്കരണത്. അപ്പം ആ ബസ്സിന് സുൽത്താൻ ബത്തേരിയിലെ ഈ സ്റ്റോപ്പില്ല എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതെങ്കിൽ ഞാൻ ഇവിടുത്തെ കൈ കാണിക്കില്ല, ഞാൻ സമൂഹം നാറില്ല, അല്ലെങ്കിൽ നാണം കെടില്ല. അതാണ് ബോധവൽക്കരണം ചെയ്യുക. ബോധവൽക്കരണം ചെയ്യുമ്പോൾ അവൻ പ്രതികരിച്ചോളും. എങ്ങനെ പ്രതികരിക്കും? കൈ കാണിക്കാതെ പ്രതികരിക്കും, അല്ലെങ്കിൽ ബസ് നിർത്തുക സ്റ്റോപ്പിൽ പോയി നിൽക്കും. അപ്പോൾ എവിടെ മുസ്ലിം സമുദായത്തിലെ ചിന്തകർ, യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് വലിയ 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 വിദ്യാഭ്യാസമുള്ള ആൾക്കാരുള്ളത്, നിങ്ങൾ എന്തേ ഈ സമുദായത്തെ ഉണർത്തി കൊടുക്കാൻ വരാത്തത്? ഈ ഉറയിൽ കിടക്കുന്ന സമുദായത്തെ നിങ്ങൾ എന്താണ് ഉണർത്തിക്കൊണ്ട് വരാത്തത്? അത് നിങ്ങൾ പഴയ കാരണന്മാർ അതേ ശൈലി പോകണം. പണ്ട് 1947 മുസ്ലിം ലീഗിന് പേരിട്ട പോലെ. ഇത് ആരാണ് നിങ്ങൾ ഉപദേശിക്കുക? ആരും ഇല്ലേ നിങ്ങൾ ഉപദേശിക്കുക? സമസ്ത ഒരു പ്രമേയം പാസ്സാക്കി, എന്നാൽ തബ്ലീഗിനെതിരെയും പിന്നെ ജമാഅത്ത് ഇസ്ലാമിനെതിരെയും. ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ വ്യക്താവല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ചില പ്രവൃത്തി അനുകൂലിക്കാൻ പറ്റില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്, അതായത് ഇസ്ലാമിൻ്റെ മോചനം അല്ലെങ്കിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിയുടെ ഇതും മുദ്രാവാക്യം വിളിച്ച് അത് അവർ പറഞ്ഞ് ഇസ്ലാമിൻ്റെ അന്ത്യവും ഇന്ത്യയിൽ തന്നെ ഇന്ന് RSS വല്ല കാര്യമുണ്ടോ? ഇത് മാനവ മോചനം ഇസ്ലാമിലേത് പറഞ്ഞു അവിടെ പ്രശ്നമില്ല. അപ്പോൾ അതൊന്നും ഇസ്ലാം വലിയ ബുദ്ധിജീവിയാണ് ജമാഅത്ത് ഇസ്ലാമിയെങ്കിലും പറ്റുന്നില്ല. തന്നെയല്ല, ഈ മാധ്യമ പത്രവും പിന്നെ മീഡിയ പണ്ടൊക്കെ ഉള്ളൂ. വെൽഫെയർ പാർട്ടി വന്നതിന് ശേഷം അവർ കുറച്ച് അത്ര നിഷ്പക്ഷമല്ല. അതിൽ മാധ്യമ പത്രത്തിൽ സമരത്തെക്കുറിച്ച് പറഞ്ഞ് എനിക്കൊരു വാക്ക് പറയാനുണ്ട്, അത് നിർത്താൻ പോകണം. അത് മറ്റൊന്നുമില്ല. പണ്ടല്ല, ഈ കഴിഞ്ഞ നാൾ വരെ കേരളത്തിൽ പോലും വലിയ സാമ്പത്തിക വരവ് ചെലവുള്ള ഫിനാൻസ് കമ്പനി അവർക്ക് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് കൊടുക്കേണ്ട ഡേറ്റായി കാണും. ഒരു ദിവസം ഒരു ചെക്ക് പാസ്സായില്ലെങ്കിൽ പിന്നെ പൊളിഞ്ഞതാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അത് അവർക്ക് എമൗണ്ട് ഉണ്ട്, പക്ഷെ ഒരു മാസം സമയം ആ എമൗണ്ട് കിട്ടുള്ളൂ. ഇവിടെ ഒരു മാസം വട്ടം എത്തി ഫുൾ സമയം കഴിഞ്ഞ് കൊടുക്കേണ്ട എമൗണ്ട് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? തൊഴിലാളി നേരൊക്കെ വിളിച്ചിട്ട് ഇല്ലാത്ത ചില ഡിമാൻഡ് വെച്ച് സമരം ചെയ്യും. അതിന് അവർക്ക് കാശ് കൊടുക്കാൻ കൊടുക്കും അവിടെ മുതലാളി. അങ്ങനെ അവിടെ ഇല്ലാത്ത ഡിമാൻഡ് സമരം ചെയ്യും. സമരം ചെയ്ത് എമൗണ്ട് കിട്ടുമെന്ന് അറിയുന്ന ദിവസമാണ്. അറിഞ്ഞാൽ അന്ന് സമരം തീരും. എന്നിട്ട് പിറ്റേന്ന് ഒരിക്കലും കാശ് കൊടുക്കും. അപ്പോൾ കമ്പനി പൊളിഞ്ഞെന്ന് അറിയില്ല. അങ്ങനെ ചില തന്ത്രമുണ്ട്. അതുപോലെ മാധ്യമത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാധ്യമത്തിനും പിന്നെ മീഡിയ പോയിട്ട് അല്പം കവറേജ് കുറവുണ്ട്. കാരണം BJP വിട്ട് ഓടിക്കിയതിന് ശേഷം ഒരല്പം BJP ചായവിൽ സംഘപരിവാർ ചായവ് കാണിക്കുന്നതിലെ ഒരു സംശയം, ബുദ്ധിജീവികളുടെ സംശയം മാത്രമേ ഉണ്ടോ. ഏതായാലും വളർച്ചയ്ക്ക് വേണ്ടിയാണ് മാധ്യമത്തിൽ സമരം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മാധ്യമ പ്രശ്നം ഇല്ലാതെ വന്നാൽ അപ്പോഴാണ് നിങ്ങളതിൻ്റെ വിലയേറിയുള്ളൂ. മീഡിയ പണി ഇല്ലാതെ വന്നാൽ നിങ്ങൾ മീഡിയ പണി വിലയേറിയുള്ളൂ. അത് മനസ്സിലാക്കണം. ഇത്രയും കൊല്ലം ഉണ്ടായിട്ടും ഇതേ ഒരു ചാലുണ്ടാക്കാൻ നമ്മൾ സർവ്വസന്നാഹമുള്ള കുഞ്ഞാക്കാക്ക് പോലും സാധിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ പത്രപ്രവർത്തന രീതിയൊക്കെയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ആ രണ്ട് കാര്യത്തും മാധ്യമവും മീഡിയ പണ്ണും വിജയിച്ചിരിക്കുക. അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളത്, തോൽക്കുക എന്നുള്ളത് മറ്റു പലരും ആവശ്യമാണ്. അതുകൊണ്ട് അതിൽ നിങ്ങൾ മാധ്യമം മുതലാളിമാർ വീണ് പോയെങ്കിൽ എനിക്ക് ഒന്നും പറയാനുള്ള സങ്കടമാണ്. അല്ല, ഇത് പ്രചരണത്തിന് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ മാധ്യമത്തെ കുറച്ച് കവറൊക്കെ കിട്ടുന്നുണ്ട്. കവറല്ലേ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഒരു കാര്യം ചെയ്യുക, മുസ്ലിം സമുദായം നിങ്ങൾ ഈ സമസ്ത യോഗം കൂടിയപ്പോൾ, അല്ലെങ്കിൽ കാന്തപുരം സമസ്ത യോഗം കൂടിയപ്പോൾ അതിനകത്ത് ഒരു വെൽഫെയർ പാർട്ടിയകത്ത് SDP പാർട്ടിയുടെ നേതാവിന് ഇങ്ങനെ കൈ കൊടുത്തപ്പോൾ അത് കാന്തപുരം ഗ്രൂപ്പ് അതിനെ എതിർത്ത് വന്നതൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും അല്ല സാർ. ചിലർക്ക് നമ്മൾ കണ്ണെടുക്കണം, ചിലത് നമ്മൾ പ്രതികരിക്കരുത്. മൗനം വിദ്വാനും ഭൂഷമാണ്. അങ്ങനെയുള്ള സമുദായത്തിൽ കാര്യം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ട, അനുകൂലിച്ചുകൊണ്ട് പ്രതികരിച്ചു വേണ്ടെന്നേ. ഞാൻ കാന്തപുരം ഗ്രൂപ്പിനോടും സമസ്തയുടെ അബൂബക്കർ ഗ്രൂപ്പിനോടും ഒക്കെ പറയാണ്, നിങ്ങൾ അങ്ങനെ സമുദായത്തിൻ്റെ വിഷയം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണ്ട, അത് വിട്ടുകൊടുത്തേക്കണം. ജമാഅത്ത് ഇസ്ലാമി കാര്യം പറയണോ? നിങ്ങൾ നല്ലതും പറയണം, ചീത്ത പറയണത്. തബ്ലീഗിൻ്റെ കാര്യം പറയണോ? നിങ്ങൾ നല്ലതും പറയും, ചീത്ത പറയില്ല. ആരെ മോശം? തബ്ലീഗ് അവർ ആ പ്രവൃത്തി വെറും ഓർത്തഡോക്സാണ്, വെറും ഭൂഷ സ്വഭാവമാണ്.
വലിയ RSSനും ജമാഅത്ത് തബ്ലീഗിനും മാത്രമാണ് ഇതുപോലെ തട്ടിപ്പ് പ്രസ്ഥാനമുള്ളൂ. ഒരു ലെറ്റർ പാഡില്ല, ഒരു കണക്കില്ല, ഒരു അക്കൗണ്ടില്ല, ഒന്നുമില്ല. ആർക്കില്ല? സംഘപരിവാറില്ല, രജിസ്ട്രേഷൻ വരെയില്ലെന്ന് അറിയും. അതുപോലെ തബ്ലീഗിന് ഒരു മുതലാളി അങ്ങോളം കൊടുക്കും, അടുത്ത ആൾക്കാർ വേറെ മുതലാളിക്കും. അങ്ങനെ മുതലാളിമാർ ഇങ്ങനെ ചെയ്ത് ചെയ്ത ഒരു തനി ഭൂഷ സ്വഭാവമാണ്. ദീനിയായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ പറയാൻ പറ്റാത്തതിലാണ്. അങ്ങനെ 40 ദിവസം 90 ദിവസം 100 ദിവസമൊക്കെ ബയാൻ പോയി വീട് പട്ടിക്കിടാന്ന് ഒരു ഖുർആനും പറയുന്നില്ല, ഒരു ഹദീസും പറയുന്നില്ല. എനിക്ക് എന്തെങ്കിലും ആകട്ടെ, എന്നാലും സമുദായത്തിൻ്റെ പേര് നടക്കൽ നമ്മളത് വിട്ടുകളയാണ്. അനുകൂലിക്കുന്നത് എതിർക്കുന്നില്ല. അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇപ്പം ഞങ്ങൾ തബ്ലീഗിനെ അനുകൂലിക്കുന്നില്ല, പക്ഷേ എതിർക്കുന്നില്ല. നിങ്ങൾക്ക് അതുപോലെ ജമാഅത്തെ ഇസ്ലാം അനുകൂലിക്കേണ്ട, എതിർക്കാൻ വേണ്ട, ഗാന്ധപുരത്തെ എതിർക്കേണ്ട, അനുകൂലിക്കേണ്ട, സമസ്തയെ എതിർക്കേണ്ട, അനുകൂലിക്കേണ്ട. നിങ്ങൾക്ക് അല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ച് പോകണ്ടേ? സമസ്തയൊക്കെ എത്ര കോടി രൂപ ചിലവാക്കി ആ സംഭവം എന്ത് നേട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമുദായത്തിന് വേണ്ടി നിങ്ങൾ ചോദിച്ച ഏറ്റവും വലിയ ഡിമാൻഡ് തന്നെ 3 ദിവസം അവധി വേണമെന്ന്. അതാണ് ഏറ്റവും വലിയ കാര്യം. അവധി കൊടുക്കാൻ തന്നെ ഭൂഷ സ്വഭാവമാണ്. ഞങ്ങൾ പറയുന്നത് ഒരു മഹാന്മാർ മരിച്ചാൽ അവധി കൊടുക്കാൻ പാടില്ല, ചരമത്തിന് ഒട്ടും കൊടുക്കാൻ പാടില്ല. പക്ഷെ എന്താ, ആ ദിവസം നമുക്ക് അനുസ്മരണം നടത്താം. മരിച്ചാണെങ്കിൽ മരിച്ചതിനെ കുറിച്ച് അനുസ്മരണം നടത്താം, ജനിച്ചാണെങ്കിൽ ജനിച്ചതിനെ കുറിച്ച് അനുസ്മരണം, അത് കുഴപ്പമില്ല. ഒരു 5-10 മിനിറ്റ് ഒരു ദിവസം അവധി കൊടുത്ത് സമ്പത്ത് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയുള്ള ഈ കാലത്ത് 3 ദിവസം അവധി ചോദിച്ചാണ് ഇത്രയും കോടി മുടക്കി ഒരു വലിയ സമ്മേളനം സമസ്ത കാസർഗോഡ് നടത്തിയിട്ട്. അവർ ഇബ്രാഹിം ഹാജിയാണ്, എൻ്റെ ചെറിയ അദ്ദേഹമാണ് അതിനോട് എല്ലാ ചെലവും ചെയ്തത്. 1 ലക്ഷങ്ങൾ മുടിക്കുന്നുണ്ട് അദ്ദേഹം സമസ്തക്ക് മാത്രമല്ല, എല്ലാവരും പോയിട്ട് ഹിന്ദു സമുദായ സംഘടനക്കും ലക്ഷങ്ങൾ മുടിക്ക് ചെലവ് കൊടുത്തിട്ടുണ്ട്, താമസം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പണക്കാരാണ്, വലിയ മനുഷ്യനാണ്. എന്തുമാകട്ടെ, അതാ പറയുന്നത്, സമസ്തയെ നിയന്ത്രിക്കുന്നതും കാന്തപുരം നിയന്ത്രിക്കുന്നതൊക്കെ വെറും താൽക്കാലിക ലാഭത്തിന് വേണ്ടിയല്ല, ദീർഘമായ വീക്ഷണത്തില് ചിന്തയിൽ ഈ സമുദായം നിയന്ത്രിക്കുന്ന മൗലവിമാരൊന്നും ഇപ്പോൾ ഒരു നേതാവധി ഇല്ലെന്ന് എനിക്ക് പറയണം. ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾക്ക് നീറുന്ന പ്രശ്നം എത്രയുണ്ട് ഇന്ത്യയിൽ. നിങ്ങൾക്ക് ആ സമയത്ത് ഒരു കാര്യം, ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി സംവരണം, തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ മേഖല വേണം എന്നൊരു പ്രമേയം പാസ്സാക്കായിരുന്നല്ലോ. ജനസംഖ്യക്ക് ആനുപാതികമായി സംവരണം മുസ്ലിങ്ങൾക്ക് വേണമെന്ന് പറയണ്ട, ജനസംഖ്യ ആനുപാതിക സംവരണം എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കായിരുന്നു. അവിടെ എവിടെയൊക്കെ വേണം? പഠനത്തിൽ വേണം, തൊഴിൽ വേണം, പിന്നെ തെരഞ്ഞെടുപ്പിൽ വേണം, അത് പൊതു സ്വകാര്യ മേഖല വേണം. ഈ ഒരു പ്രമേയം പാസ്സാക്കിയല്ലോ, അത് ചർച്ച ചെയ്യല്ലോ ഡൽഹിയിൽ. ഇത് 3 നിങ്ങൾ അവധി കിട്ടിയാൽ 10 അവധി കിട്ടി. അതുകൊണ്ട് സമുദായത്തിന് എന്ത് നേട്ടം, എന്ത് ഉന്നതിയുണ്ട് സമുദായത്തിന്? ഞാൻ ഒരു കാര്യം പറയാൻ നിർത്താം. അഹമ്മദ് സാഹിബ് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ വൈകിട്ട് ഖുർആൻ പാരായണം റേഡിയോയിൽ നടത്തുന്നുണ്ട്. അത് VP സിംഗ് പ്രധാനമന്ത്രി അയക്കുമ്പോൾ അദ്ദേഹം കണ്ട് സംസാരിച്ച് അത് രാവിലെ ആക്കി. അപ്പോൾ നമ്മൾ കൊട്ടി ഘോഷിച്ചുണ്ടോ, വൈകിട്ട് ഖുർആൻ റേഡിയോയിൽ പാരായണം നടത്തിക്കൊണ്ട് രാവിലെ ആക്കി. അത് അഹമ്മദ് സാഹിബിൻ്റെ പ്രവൃത്തിപരമായിട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് കുട്ടിക്ക് കുഴപ്പമില്ല. പക്ഷെ അത് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുസ്ലിം ലീഗ് നേതാക്കളെ, വൈകിട്ട് ഖുർആൻ പാരായണം നടത്തുക, ഖുർആൻ പാരായണം രാവിലെ ആക്കിക്കൊണ്ട് സമുദായത്തിൽ എന്ത് നേട്ടം, സമുദായത്തിൽ എന്ത് ഉന്നതി? അത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സഭയുടെ തെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിൽ 200ഓളം MP രാജ്യസഭയിൽ ഇരുസഭയിലും. അതൊരു നേട്ടം തന്നെയല്ലേ? ഭൗതികമായിട്ട് വലിയ നേട്ടമാണ്, ആത്മീയമായിട്ടില്ല, ഭൗതികമായിട്ട് വലിയ നേട്ടമാണത്. അത് നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ല? ഈ മുസ്ലിം ലീഗും ഈ ജമാഅത്തും തബ്ലീഗും മറ്റേ എല്ലാം മറച്ചും എല്ലാം നിങ്ങൾ ചിന്തിക്കാതെ, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് തെരഞ്ഞെടുപ്പിൽ സംവരണം വേണമെന്ന് ആവശ്യപ്പെടാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. യാതൊരു വർഗീയതയില്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? അതൊക്കെ ചിന്തിച്ചാൽ ഈ സമുദായം നന്നാവും. നിങ്ങളുടെ ഓരോരുത്തർ കാലഘട്ടത്തിലും സുഖമായിട്ട് ജീവിച്ച് സമ്പന്നനായിട്ട് പേരെടുത്ത് പോകണം, അത്രയ്ക്കേ ഉള്ളൂ. അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടും ഇനി എന്തെങ്കിലും പോരായിക്കിട്ട് ഇതിന് മറുപടി വരുമ്പോൾ ഞാൻ നാളെ പറയാൻ തോന്നും. ഞാൻ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.